നോട് പ്രാർത്ഥന കാണാം. ബദർ മൗലിദുണ്ടോ ബദരീങ്ങളോട് പ്രാർത്ഥന കാണാം. ബദർ ബൈത്തുണ്ടോ ബദരീങ്ങളോട് തേടുന്നത് കാണാം. അതുപോലെ തന്നെ കുതുബിയത്തുണ്ടോ മുഹിയുദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നത് കാണാം. യാ മൻ ബിഹി ഹല്ലറദാ വ മൻ ബിഹമ്മിൻ നകിദാ കുൽന അദിയം മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ബദർ ബൈത്തിലൂടെ തേടുകയാണ്. ആദിയുണ്ടോ വ്യാധിയുണ്ടോ ദുഃഖമുണ്ടോ വിഷമമുണ്ടോ വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്നിങ്ങനെ തേടുമ്പോ ആരാ ബദരീങ്ങളെന്ന് ഓർമ്മയുണ്ടോ? അവര് തൗഹീദിന് വേണ്ടി യുദ്ധം ചെയ്തവരാണെങ്കിൽ അള്ളാന്റെ റസൂലിനോട് സഹായം ചോദിക്കുമ്പോ സമയമില്ലാത്തത് കൊണ്ടാണ് സഹോദരന്മാരെ ഓരോന്നും അപഗ്രഥിച്ചുകൊണ്ട് വായിച്ചു നോക്കുമ്പോ ഓരോന്നോരോന്നായി പരിശോധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് ഏകനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതിനാണ് ബദറും മുഹദും ഖന്തക്കും ഹുനൈനും ഖൈബറും ഉണ്ടായതെങ്കിൽ ആ പ്രവാചകന്റെ കാലം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനോട് തേടുന്നത് അത് ഡെൻമാർക്കുകാരന്റെ കാർട്ടൂണുകൾക്ക് മുമ്പില് ഭീകരവാദിയായ പ്രവാചകന്റെ ചിത്രം കണ്ടപ്പോ പ്രവാചക നിന്ന എന്ന് പറഞ്ഞവരുണ്ടോ? അതിനേക്കാൾ അധികം റസൂലിനെ വ്രണപ്പെടുത്തുന്ന, അതിനേക്കാൾ അധികം പ്രവാചകനെ ധിക്കരിക്കുന്ന, അതിനേക്കാൾ അധികം പ്രവാചകനോട് എതിർ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതായ തൗഹീദിനെ വൈരുദ്ധ്യം ചെയ്യലേ എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് സഹോദരാ അത് ചെയ്തു പോകില്ലേ എന്ന് മുജാഹിദുകൾ പറയുമ്പോ അത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. നിങ്ങൾ ആലോചിക്കേണ്ട സഹോദരന്മാരെ, ഭൂമി ലോകങ്ങളെ പടച്ചു വെച്ചുകൊണ്ട് ആകാശഗോപുരങ്ങളിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ഏകനായ ദൈവമാണെന്ന് ഖുർആന് പരിചയപ്പെടുത്തുമ്പോ ആ കഴിവ് പോലും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന യാ കുതുബ അഹ്ലി സമാ വൽ അർളി ഔസഹുമാ യാ ഫൈല ഐനൈ വജൂ ദൈനി വ ഔസഹുമാ. ആകാശഭൂമികളുടെ കുത്തുബും ഔസുമായ മഹാന്, ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാരേ, ഞാൻ നിങ്ങളോട് അർത്ഥം പറഞ്ഞതല്ല. പാറന്നൂർ പി മൊയ്തീൻ കുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന് അർത്ഥം കൊടുത്തപ്പോ അതിന്റെ 11ാമത്തെ പേജിൽ കൊടുത്ത അർത്ഥമാണ്. എന്റെ സഹോദരന്മാരെ ഇങ്ങനെ ഒരുപാടായിക്കൊണ്ട് വൈരുദ്ധ്യങ്ങളെ കാണുമ്പോ അള്ളാഹു വല്ലാത്തവരോട് തേടാനായി ദുർവ്യാഖ്യാനങ്ങളിലൂടെ തെളിവുകൾ ഉണ്ടാക്കിയപ്പോ നേരത്തെ എന്റെ മുമ്പ് പ്രസംഗിച്ച ബാദുഷാ ബാഖവി തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഖുർആനിന് വൈരുദ്ധ്യമായി വരുന്ന തുടക്കത്തിലൂടെ വതവസ്സല ബിഹി ആദം അലൈഹിസ്സലാം എന്ന് തുടങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോ വസ്തഅസ ബിഹി നൂഹൻ ഫനജാ മിനർ റദാ വകാന ഫീ സൽബി ഇബ്രാഹീമ ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാര ലഹ്ബുഹാ മുഹമ്മദാ. എന്തേ അവിടെ പറഞ്ഞത്? ഓരോന്നും പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോട് മധ്യവർത്തിയാക്കി തേടി. പിന്നെ പറഞ്ഞു നൂഹ് നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോട് ഇസ്തിആസ ചെയ്തു. മൂന്നാമതായി പറഞ്ഞു ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഹ്ബുഹാ മുഹമ്മദ, അതിന്റെ ജ്വാല അവിടെ അണഞ്ഞുപോയി. ഇത് പറയുമ്പോ ഏതൊരു സാധാരണക്കാരനും ചോദിക്കും, അല്ല ഇപ്പോ സാധാരണ മുഹമ്മദ് നബി ജനിച്ചിട്ടില്ലല്ലോ ഈ സമയത്തൊന്നും. അപ്പൊ അവിടെ പറയും, അങ്ങനെ പറയാൻ പറ്റുമോ? ലോകം പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ നൂറ് പടച്ചു വെച്ചില്ലേ? ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാഖ്. ഇത് ഹദീസല്ലേ ഓ പ്രവാചക, താങ്കളില്ലാതിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം പോലും പടക്കയില്ലല്ലോ. പടച്ചായി പടപ്പീനെ പടച്ചില്ലെങ്കിൽ പടച്ചായി പടപ്പൊന്നും പടക്കുകയില്ല. അവ്വലു മൗദൂഇൻ ഫിൽ ഹദീസ് എന്ന ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാര് പരിചയപ്പെടുത്തിയ ഹദീസിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യത്തെ ദുർബലമായ ഹദീസ് ഉണ്ടെങ്കിൽ അത് ഈ ഹദീസാണെന്ന് പറഞ്ഞപ്പോ, ഓ എന്റെ മുസ്ലിയാരേ, ഈ കള്ള ഹദീസിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദിന് വൈരുദ്ധ്യമായ ആദർശങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ ഉണ്ടായ അബദ്ധം എന്താണെന്നറിയണ്ടേ? നൂഹ് നബി തേടിയത് മുഹമ്മദ് നബിയോടാണെന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുന്ന
ബഹ്ജാ കിതാബുണ്ടല്ലോ, അവിടെ പറയുന്ന മുഹിയുദ്ദീൻ ശൈഖിനോടല്ല, അവിടെ മുഹമ്മദ് നബിയോടല്ല, മുഹിയുദ്ദീൻ ശൈഖിനോടാണ് തേടിയതെന്ന്. അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദറതി. അന്ന് നൂഹ് നബിയോടുകൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദറതി. വെള്ളപ്പൊക്കവും ജലപ്രളയവും എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ തടഞ്ഞു വെച്ചത് എന്ന് പറയുമ്പോ രണ്ട് വൈരുദ്ധ്യങ്ങളല്ലേ. എന്നാൽ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കിക്കോ. 23-ാം അധ്യായത്തിന്റെ 26, 27, 28 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു, നൂഹ് നബി തേടിയത് അള്ളാഹുവിനോടാണ്, അവരെ രക്ഷിച്ചതും അള്ളാഹുവാണ്. ഇനി ഇവിടെ പറഞ്ഞില്ല ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ മുഹമ്മദ് നബി മുതുകത്തുണ്ടായത് കൊണ്ടാണ് ജ്വാല അവിടെ അണഞ്ഞു പോയതെന്ന് പറഞ്ഞപ്പോ ഇത് ഷറഫുൽ അനാമും മങ്കുസ മൗലിദും ആവർത്തിച്ചപ്പോ ബഹ്ജാ കിതാബ് പറയുന്നു, കുന്തു മാ ഇബ്രാഹിമ മുൽകം ബിനാരിഹി ഫമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതിഹി. അന്ന് ഇബ്രാഹിം നബിയോടുകൂടെ ഞാനാണ് ഉണ്ടായിരുന്നതെന്ന് മുഹിയുദ്ദീൻ ശൈഖും. ഫമാ ബാറദൻ നീറാനു, ആ തീ അവിടെ തണുത്തു പോയിട്ടില്ല. ഇല്ലാ ബിദഅവതി, ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോഴല്ലാതെ. അവിടെ നിങ്ങൾ ആലോചിക്ക്, അല്ലാഹുവിന്റെ കലാമ വൈരുദ്ധ്യമില്ലാത്ത സംസാരമല്ലേ. കുല്ലായാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പും രക്ഷയുമാകണേ എന്ന് ഞാനാണ് തീനോട് പറഞ്ഞത് അല്ലേ. പിന്നെ ആദം നബിയോട് തേടിയും അവിടെയും ഖുർആൻ പറയുന്ന ഏറ്റവും നല്ല സാഹിത്യത്തിന്റെ, അറബി ഭാഷയിലെ തന്നെ ഏറ്റവും നല്ല സാഹിത്യം എന്ന് പറയുന്ന ഒരുപാട് പേജുകളിലും സ്റ്റേജുകളിലും ഉദ്ധരിക്കപ്പെടുന്ന ആ ഒരു വരിയുണ്ടല്ലോ, അറബി ഭാഷയിലെ ഏറ്റവും നല്ല സാഹിത്യം. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി തേടിയത് അള്ളാഹുവിനോടാ. അപ്പൊ ഖുർആനായി താരതമ്യം ചെയ്ത തൗഹീദ് നമുക്കറിയാം, ശിർക്കും നമുക്ക് വേർതിരിച്ചറിയാം. അതുകൊണ്ട് ഓരോന്നായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് പറയുമ്പോൾ എൻ്റെ സഹോദരന്മാര് പറയും, ഞങ്ങൾ ഇങ്ങനെ അല്ലല്ലാത്തവരോട് തേടുമ്പോൾ അല്ല കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് ഞങ്ങളാരും പറയുന്നില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് വിഷയം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല എന്ന് വാദിക്കുന്നവരാ മുസ്ലിമീങ്ങൾ. എന്തുകൊണ്ട്? ഖുർആനിൽ നിന്ന് 3 ആയത്ത് ഞാൻ ഉദ്ധരിക്കാം. പരിശുദ്ധ ഖുർആനിന്റെ 50-ാം അധ്യായം സൂറത്ത് കാഫിന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്, അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. ഇത് ഖുർആൻ ഒരിടത്ത് പറയുന്നു. സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് തേടിക്കോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 2-ാം അധ്യായം സൂറത്ത് ബഖറയുടെ 186-ാമത്തെ ആയത്തിലൂടെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലയോ റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞുകൊള്ളുക നബിയേ, ഞാൻ നിങ്ങളോട് സമീപസ്ഥന, നിങ്ങൾ എന്നോട് തേടിക്കോ, ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു പറയുമ്പോ 3 ആയത്തുകളും വ്യക്തമല്ലേ. അള്ളാഹു സമീപസ്ഥന, ചോദിച്ചോ ഉത്തരം നൽകുന്ന റബ്ബാണ്, നാടിഞരമ്പുകളെക്കാളും അടുത്തുള്ള റബ്ബാ. ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ഇനി ഒരാളുടെ ആവശ്യമുണ്ടോ? ഇത്രയും അടുത്തുള്ള റബ്ബിലേക്ക് നമ്മൾ സാധാരണ പറയലില്ല, മരം വെട്ടി വിറകാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആപ്പ് വെക്കുന്ന മരം അടുത്ത് കിട്ടാനാ? അല്ല, മരം അകന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു മധ്യവർത്തിയെ വെക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് അകറ്റി നിർത്തും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇനി ഈ വാദം കൊണ്ടുവന്നത് മക്കാ മുശ്രിക്കുകളാണ് അല്ലേ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്.